നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു മഹാന്റെ ഒരു പ്രസ്താവന ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ നാട്ടുകാരനും തന്നെയാണ്. അപ്പൊ അത് പറയണമെന്ന് തോന്നി. നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിൽ വ്യക്തത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഒഴിവാക്കി വിട്ടേനെ. കാരണം ഓരോ സ്ഥലങ്ങളിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഒഴിവാക്കി വിടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ VS ജോയ്, നേതാവ് VS ജോയ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. എന്തെന്നുള്ള ഇവിടെ വെക്കാം, നമ്മളൊന്ന് കണ്ടു. ശരീരത്തിൽ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. യുദ്ധഭൂമിയിൽ എന്താ കണ്ടതുപോകുമ്പോൾ കയ്യും കാലും മനുഷ്യ ശരീരങ്ങൾ ഇങ്ങനെ ചിന്നി ചിതറിക്കിടക്കുകയാണ്. അവിടെ ഒന്നും ഇതുവരെ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എത്തിയിട്ടില്ല. ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും NDRF ആയാലും അവരൊക്കെ വലിയ താഴെ മുകളിലേക്ക് പോയി 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഭയാനകമായ ഭീകരമായ കാഴ്ചയാണ്. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തി ഇവിടുത്തെ നാട്ടുകാരാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ മൃതശരീരം കൊണ്ടുവരുമ്പോൾ, കഷ്ണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുപോകാൻ സ്ട്രക്ചർ ഇല്ല, ആംബുലൻസ് ഇല്ല. ഞങ്ങളിപ്പോ ട്രാക്ടറിലാണ് ആശുപത്രിയിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്ന ഭയാനകമായ MLA ഇല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ. MLA ഇല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞത്. MLA ഉണ്ടെന്നുള്ളതൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. അതടക്കെ ട്രാക്ടറിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് VS ജോയ് പറഞ്ഞത്. ഏത് ഹോസ്പിറ്റലിലാണ് മൂപ്പര് വന്ന സമയത്ത് MLA മൂപ്പര് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. ഇനി ആൾക്കാർ ഇപ്പൊ MLA മാത്രല്ല, പുള്ളിക്കാരന്റെ പാർട്ടിയിലെ ആളുകൾ പോലും അവിടെ വന്നിട്ടുണ്ട്, അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് വെറുതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെറുതെ ഒരു ഡയലോഗ് അടിക്കുക എന്തിന്റെ ആവശ്യമാണെന്നാണ്. ഇവിടെ ഇതിന്റെ താഴെയുള്ള കമന്റ് നിങ്ങൾ ഇത് വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. ഫുൾ തെറിയാണ് ഈ സമയത്ത്. രാഷ്ട്രീയം പറയുന്നത് ഫുൾ തെറിയാണ്. നമുക്കും തെറി നമ്മൾ പറയുന്നില്ല, പക്ഷെ പറയാനുള്ളത് ഇമ്മാതിരി ഒരു മോശത്തരം നിങ്ങളൊന്നും കാണിക്കരുത്. നിങ്ങൾ നാളെ നേതാക്കന്മാരാണ്. VS ജോയ് DCC പ്രസിഡന്റ് ആണ്. DCC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മഹാന്മാരായുള്ള ആളുകളെ, ഒരുപാട് പ്രഗത്ഭരായ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളെ ഇരുന്ന ഒരു സീറ്റാണ് DCC പ്രസിഡന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുന്നത്. അങ്ങനത്തെ ഒരു സീറ്റിൽ ഇരുന്നിട്ട് ഇത്രയും വലിയൊരു ദുരന്തത്തിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സുകാർ പോലും ഇത് കേട്ട് കഴിഞ്ഞാൽ അംഗീകരിക്കുന്നു തോന്നുന്നില്ല. നല്ല നേതാക്കന്മാർ ആരും അംഗീകരിക്കില്ല. ഇവിടെ കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട്. ഇപ്പൊ ആര്യടൻ ഷൗക്കത്തൊക്കെ ഉണ്ടല്ലോ. ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിരന്തരമായിട്ട് അവിടെ ഉണ്ട്. അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പൂർത്തി പ്രദേശത്തായി അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ MLA, നിലമ്പൂരത്തെ MLA PV അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം. അദ്ദേഹം പോകുന്ന സ്ഥലത്ത് അദ്ദേഹം പോകുന്നുണ്ട്. ഡീറ്റെയിൽസ് പുള്ളിക്കാരൻ പുറത്ത് വിടണമുണ്ട്. അതെ, പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ കൃത്യസമയം നടത്തുന്നുണ്ട്. ഇപ്പൊ ബോഡീസ് ഒക്കെ വയനാട് എത്തി, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്താ പറയാ കൊരക്ക എന്നൊക്കെ പറയില്ല നമ്മള്. അതാണ് സത്യത്തിൽ. ഇനി എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമല്ലേ, മനുഷ്യന്മാരല്ല എല്ലാവരും. അപ്പൊ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം, സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവാം. അതൊന്നും ഇപ്പോഴല്ല പറയേണ്ടത്, അതിനൊക്കെ സമയമുണ്ട്. അല്ല, രാഷ്ട്രീയം പറയേണ്ട സമയമല്ലത്. തുറന്നു പറയാൻ അങ്ങനെയാണ്. രാഷ്ട്രീയം ഇവിടെ അല്ല പറയേണ്ടത്. രാഷ്ട്രീയം പറയാൻ സമയമുണ്ട്. ഇനി ഒന്നും വേണ്ട, ഇല്ലൊന്നും ഒതുങ്ങിയിട്ട് നിങ്ങൾക്ക് അതിന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ചോദിക്കുകയാണെങ്കിലും ഒരു കുറച്ച് ആളുകൾ അവിടെ ജീവൻ നഷ്ടപ്പെട്ട്, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട്, സ്വന്തം സ്വത്തും വീടും സ്ഥലവും നഷ്ടപ്പെട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കടന്നുറങ്ങുന്ന വീടുന്ന സ്ഥലം ഏതാ തിരിച്ചറിയില്ല. മക്കളെ നഷ്ടപ്പെട്ടവരും, ഉമ്മ നഷ്ടപ്പെട്ടവരും, ഉപ്പ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. ഭാര്യയും ഭർത്താവും നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന ആളുകളുടെ വേദന മനസ്സിലാക്കേണ്ട സമയത്ത് ഇവിടെ രാഷ്ട്രീയ ലാഭം നോക്കി സംസാരിക്കുന്നത് വളരെ മോശമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് പുള്ളിക്കാരന്റെ രാഷ്ട്രീയക്കാർ, ഇപ്പൊ കോൺഗ്രസ്സുകാർ പോലും ഇത് അംഗീകരിക്കാൻ യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. നിലമ്പൂരിൽ നിന്ന് ട്രാക്ടറിൽ കൊണ്ടുപോയി കേട്ടോ, ട്രാക്ടറിൽ കൊണ്ടുപോയി. അല്ല, ആംബുലൻസ് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളാണെങ്കിൽ അല്ല, ട്രാക്ടറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതാ പറഞ്ഞ അവിടുന്ന് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞാനുണ്ട്. ഇവിടെ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നമ്മളാരും അറിഞ്ഞിട്ടില്ല. അപ്പൊ നിലമ്പൂരിൽ നിന്ന് ബോഡികള് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ആ സ്ട്രക്ചറിന്റെ ഒരു കാല് പിടിച്ചിട്ടുള്ളത് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിന്റെ ടീഷർട്ട് ഇട്ടുള്ള ഒരാളും, തൊട്ടപ്പുറത്ത് DYFIയുടെ യൂത്ത് ബ്രിഗേഡിന്റെ ടീഷർട്ട് ഉള്ള ഒരാളുമാണ്. അവിടെ തൊട്ടപ്പുറത്ത് ആര്യൻ ഷൗക്കത്ത് ഉണ്ട്. അതായത് DYFIക്കാരുമായിട്ട് ഒരുമിച്ചാണ് ആര്യൻ ഷൗക്കത്ത് ചെയ്യുന്നത്, അവിടെ സഹായങ്ങൾ ചെയ്യുന്നത്. അവിടെ ടീഷർട്ടിന്റെ നേരം നോക്കിയിട്ടോ DYFI ആണോ കോൺഗ്രസ് ആണോ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അവിടെ നിന്ന് ഈ പറയുന്ന മഹാനെ ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ പൂത്തലിൽ പോയി, മുണ്ടേരി പോയി, അവിടെ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു, അവിടെ ആംബുലൻസ് അവരെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അവിടെ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല. അവിടെ ലീഗിന്റെ പല ആളുകളെ കണ്ടിരുന്നു, ഈ അഷ്റഫ് അലി അങ്ങനെയുള്ള ചെറിയ യങ്ങായിട്ടുള്ള നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ മനുഷ്യന്മാരെ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ ഒന്ന് സ്വയം ഒന്ന് അല്ല, ഇങ്ങനെയുള്ള ആളുകളാണ് കോൺഗ്രസിനെ പോലത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. വൻ തോൽവികളാണ്. കോൺഗ്രസിൽ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇങ്ങനത്തെ ആളുകൾ. അതൊക്കെ മാറ്റി നിർത്തി ദയവ് ചെയ്ത് മനുഷ്യത്വം കാണിക്കാൻ
തയ്യാറാവണം മിസ്റ്റർ വി എസ് ജോയ് എന്നാണ് പറയാനുള്ളത്.